നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ തമിഴ്നാട് BJP നേതാവും തെലങ്കാന മുൻ ഗവർണറുമായിരുന്ന തമിഴിസൈ സൗന്ദർരാജനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പരസ്യമായി താക്കീത് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി തമിഴിസൈ സൗന്ദർരാജൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനവും മണ്ഡലത്തിലെ സാന്നിധ്യവും ശക്തമാക്കണമെന്ന് അമിത് ഷാ ഉപദേശിക്കുകയായിരുന്നുവെന്ന് അവർ പറഞ്ഞു. 2024 പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ആഭ്യന്തരമന്ത്രി അമിത് ഷായെ ആന്ധ്രാപ്രദേശിൽ കണ്ടപ്പോൾ ഭാവി രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും ചോദിക്കാൻ അദ്ദേഹം എന്നെ വിളിച്ചു. എല്ലാം വിശദമായി പറയാൻ തുടങ്ങിയപ്പോൾ സമയക്കുറവ് കാരണം രാഷ്ട്രീയ മണ്ഡല പ്രവർത്തനങ്ങൾ ഊർജിതമായി നിർവഹിക്കണമെന്ന് അദ്ദേഹം ഉപദേശിച്ചു. ഇതേപ്പറ്റിയുള്ള അനാവശ്യ ഊഹാപോഹങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഈ കുറിപ്പ് എഴുതുന്നതെന്നും അവർ എക്സിൽ കുറിച്ചു. ചെന്നൈയിലേക്ക് മടങ്ങിയെത്തിയ തമിഴിസൈ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല. തമിഴിസൈ സൗന്ദർരാജനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അമിത് ഷാ അനിഷ്ടത്തോടെ സംസാരിക്കുന്നു എന്ന തരത്തിലാണ് ദൃശ്യങ്ങൾ പ്രചരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJPയുടെ തോൽവിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലയ്ക്കെതിരെ തമിഴിസൈ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ശാസനയെന്നായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. വെങ്കയ്യ നായിഡുവുമായി വർത്തമാനം പറയവേ വേദിയിലേക്ക് കടന്നു വന്ന തമിഴിസൈ തിരിച്ചു വിളിച്ചാണ് അമിത് ഷാ സംസാരിച്ചത്. ചെന്നൈ സൗത്തിലെ BJP സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അവർ.